കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് പതിക്കുന്ന വെള്ളച്ചാട്ടമാണ് കുമളി ചെല്ലാർകോവിൽ അരുവിക്കുഴി വാട്ടർഫോൾസ്. 1200 അടി ഉയരത്തിൽ നിന്നാണ് ഇത് താഴേക്ക് പതിക്കുന്നത്. കുമളിയിൽ നിന്ന് പുളിയന്മല റൂട്ടിൽ 13 കിലോമീറ്റർ സഞ്ചരിച്ചാൽ അണക്കരയിലെത്താം. അണക്കര സെന്റ് തോമസ് പള്ളിയുടെ സമീപത്തു നിന്ന് വലത്തേക്ക് തിരിഞ്ഞ് 3 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ചെല്ലാർകോവിലിലും അവിടെ നിന്ന് വീണ്ടും വലത്തേക്ക് തിരിഞ്ഞ് 1 കിലോമീറ്റർ സഞ്ചരിച്ചാൽ അരുവിക്കുഴിയിലും എത്താം. ഇതാണ് എൻട്രൻസ്. രാവിലെ 8:30 മുതൽ വൈകിട്ട് 6:15 വരെയാണ് സന്ദർശക സമയം. കുട്ടികൾക്ക് 15ഉം മുതിർന്നവർക്ക് 25 രൂപയുമാണ് ചാർജ്. സന്ദർശകരെ സ്വീകരിക്കാനായി നമ്മുടെ അരുണും ഇവിടെയുണ്ട്. തൊട്ടു താഴെയായി വിശാലമായ പാർക്കിംഗ് ഗ്രൗണ്ട്, വളരെ മനോഹരമായ ഒരു വ്യൂവിംഗ് ഗാലറിയും കഫേ എക്സ്പ്രസോ എന്ന കോഫി ഷോപ്പും ഒക്കെയാണ് ആദ്യം നമ്മളെ വരവേൽക്കുന്നത്. രാവിലെ 8:30 മണി ആയപ്പോൾ തന്നെ സന്ദർശകരൊക്കെ വന്നു തുടങ്ങിയിരിക്കുന്നു. ഇവിടമാണ് അരുവിക്കുഴി വ്യൂ പോയിന്റ് എന്നറിയപ്പെടുന്നത്. ഈ കാണുന്ന വേലിയാണ് കേരള തമിഴ്നാട് അതിർത്തി. തമിഴ്നാട്ടിലേക്കുള്ള വെള്ളച്ചാട്ടത്തിന്റെ ആരംഭം ഇവിടെയാണ്. നടുക്കുള്ള ഈ പാറക്കെട്ടിൽ വെച്ച് രണ്ടായി തിരിഞ്ഞാണ് വെള്ളം താഴേക്ക് പതിക്കുന്നത്. ഇവിടെ നിന്നാൽ മംഗളാദേവി മുതൽ ലോവർ ക്യാമ്പ് പവർ ഹൗസ്, ഗൂഢല്ലൂർ, കമ്പം, സുരുളി, മേഘമല, വരസുനാട് തുടങ്ങിയ സ്ഥലങ്ങളുടെയൊക്കെ വിദൂര ദൃശ്യം ലഭിക്കും. കമ്പം കുമളിയുടെ ഒക്കെ സമീപ പ്രദേശമായതിനാൽ തമിഴ്നാട്ടുകാർക്കും എളുപ്പത്തിൽ ഇവിടെ എത്തിച്ചേരാം. കുമളിക്കടുത്തുള്ള ലോവർ ക്യാമ്പിൽ നിന്ന് കമ്പത്തേക്കുള്ള യാത്രയിൽ ഈ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ ദൂരെ മലമുകളിൽ ഈ വെള്ളച്ചാട്ടത്തിന്റെ പ്രധാന ഭാഗം ഇതുപോലെ കാണാം. ഇവിടെ നിന്ന് നോക്കുമ്പോൾ താഴെ തമിഴ്നാട് ഭാഗത്തായി വലിയ ഒരു അക്വാഡക്റ്റ് കാണാൻ കഴിയുന്നുണ്ട്. നമ്മൾ ഈ അക്വാഡക്റ്റ് തേടി തമിഴ്നാട്ടിലേക്ക് നടത്തുന്ന ഒരു ബൈക്ക് യാത്രയുടെ വിശദമായ വീഡിയോ മറ്റൊരു എപ്പിസോഡായി ഈ ചാനലിൽ കാണാം. തൊട്ടിപ്പാലം എന്നാണ് ഇവിടം അറിയപ്പെടുന്നത്. ഈ ഒരു ഫ്രെയിം ഇവിടുത്തെ ഒരു പ്രധാന ആകർഷണമാണ്. പാർക്കിന്റെ എല്ലാ ഭാഗത്തേക്കുമുള്ള കാഴ്ച ലഭിക്കുന്ന വളരെ വിശാലമായ വ്യൂ ഗാലറിയാണ് ഇവിടുത്തേത്. നല്ല വൃത്തിയുള്ള വാഷ്റൂം സൗകര്യം ഇതിനുള്ളിലുണ്ട്. ഗ്രൂപ്പായി വരുന്നവർക്ക് ആവശ്യമെങ്കിൽ ഇതിനുള്ളിൽ ഒരു ഹാൾ ബുക്ക് ചെയ്യാനുള്ള സൗകര്യവുമുണ്ട്. ഈ ഗാലറിയിൽ നിന്നുള്ള കാഴ്ചയാണ് ഏറ്റവും മനോഹരം. പൂച്ചെടികളും അലങ്കാര സസ്യങ്ങളും പുൽത്തകിടികളും കല്ലുവിരിച്ച നടപ്പാതകളുമൊക്കെ ധാരാളമുണ്ട് ഇവിടെ. അരുവി ഒഴുകി വരുന്നതിന് മുകൾ ഭാഗത്തായി ഒരു റെയിൻബോ പാലം കാണാം. അതിനടിയിലായി ഒരു ചെക്ക് ഡാമും. ഇവിടെയും നിരവധി വിശ്രമ സങ്കേതങ്ങളുണ്ട്. ഇനി അങ്ങോട്ട് ചെറിയൊരു വനയാത്രയാണെന്ന് പറയാം. അരുവിയുടെയും കിളികളുടെയും ഒക്കെ സംഗീതവും ആസ്വദിച്ചുകൊണ്ട് ചെറിയൊരു ട്രെക്കിങ്, സുഖകരമായ കാറ്റും. പക്ഷി നിരീക്ഷകർക്കൊക്കെ പറ്റിയ ഇടമാണ്. ദൂരെ ലോവർ ക്യാമ്പ് സമതലവും മംഗളാദേവി മലനിരകളും സഹ്യപർവ്വതത്തിന്റെ ഭാഗങ്ങളാണ്. താല്പര്യമുള്ളവർക്ക് ഈ ഒറ്റയടി പാതയിലൂടെ മുമ്പോട്ട് നടന്നാൽ വെള്ളച്ചാട്ടം താഴേക്ക് ഒടുങ്ങുന്നതിന്റെ ഒരു സൈഡ് വ്യൂ ലഭിക്കും. ഇവിടെ വരെയേ പോകാവൂ, താഴേക്കിറങ്ങാൻ ശ്രമിക്കരുത്. ഇവിടെ നിന്ന് വെള്ളച്ചാട്ടം തുടങ്ങുന്ന ഭാഗത്തേക്കൊരു കാട്ടുവഴിയുണ്ട്.
എന്നാൽ വെള്ളമുള്ള സമയത്ത് അരുവി മുറിച്ചു കടന്ന് അപ്പുറത്തെത്താൻ പറ്റില്ല. നമ്മൾ തിരികെ റെയിൻബോ പാലത്തിലേക്ക് നടക്കുകയാണ്. പാലത്തിനരികിലെ തടാകക്കരയിലുള്ള വെയിറ്റിംഗ് ഏരിയയിൽ അല്പം വിശ്രമിക്കാം. ഇവിടെ വരുന്നവർ ഭക്ഷണം ആവശ്യമുണ്ടെങ്കിൽ അണക്കരയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരുന്നതാണ് നല്ലത്. മറ്റു കടകളൊന്നും ഇവിടെ അടുത്തെങ്ങുമില്ല. നമ്മൾ ആദ്യം കണ്ട വ്യൂ ഗാലറിയിൽ ഒരു കോഫി ഷോപ്പ് പ്രവർത്തിക്കുന്നുണ്ട്. ഈ അരുവിയിലേക്ക് വെള്ളം എത്തുന്നത് കുറച്ചു മുകളിലായുള്ള കുങ്കിരിപ്പെട്ടി എന്ന ചെറിയൊരു ഡാമിൽ നിന്നാണ്. താല്പര്യമുള്ളവർക്ക് അത് പോയി കാണാം. അങ്ങോട്ടുള്ള വഴിയും ഡാമിന്റെ വിവരങ്ങളുമൊക്കെ മറ്റൊരു ചെറിയ വീഡിയോ ആയി ഈ ചാനലിൽ ചേർക്കാം. വീണ്ടും ആളുകളൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നു. ഇവരൊക്കെ ഇടുക്കിയുടെ വൈബ് കയറിയവരാണ്. ഇവിടെ ഒരു പുതിയ നിർമ്മാണം നടക്കുന്നുണ്ട്. മുൻപ് പറഞ്ഞ കുങ്കിരിപ്പെട്ടി ഡാമിൽ നിന്ന് ഈ കെട്ടിടത്തിന്റെ മുകൾ നിലയിലേക്ക് വെള്ളം എത്തിച്ച് കെട്ടിടത്തിന്റെ മുകൾ നിലയിൽ നിന്ന് താഴേക്കൊരു വെള്ളച്ചാട്ടം സൃഷ്ടിക്കുക. എങ്ങനെയുണ്ട് ഐഡിയ? നമുക്കതിനായി കാത്തിരിക്കാം.